Welcome to another class from Rasatantra Academy. Myself Annie Smith. Plus 1 ലേക്കുള്ള ബ്രിഡ്ജിംഗ് കോഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് 2. ഇതോടുകൂടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നമ്മുടെ പ്ലസ് 1 ടോപ്പിക്സിലേക്ക് പോകാം. That means some basic concepts in chemistry. അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് 2. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടത് അല്ലേ, അവസാനം. ഇനി കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെന്ന് നമുക്കറിയാം. വൈ ഷുഡ് വി ബാലൻസ്? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ഇതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും വെറുതെ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ബാലൻസിങ് ദി ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പുട്ട് ഫോർവേഡ് ബൈ ആന്റോയിൻ ലവോയ്സിയർ. എന്താണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? മാസ് ഇസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബിക്കോസ് ആറ്റംസ് ഹാവ് മാസ് അല്ലേ. അപ്പോൾ ആറ്റംസിന് മാസ് ഉണ്ട്. മാസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലത്തിലുണ്ടാവുന്ന പ്രോഡക്ട്സിന്റെ മാസ് ആ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസിന്റെ മാസിന് തുല്യമായിരിക്കണം. ദി മാസ് ഓഫ് ദി റിയാക്ടൻസ് ഷുഡ് ബി ഈക്വൽ ടു ദി മാസ് ഓഫ് ദി പ്രോഡക്ട്സ്. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ, chemical equation should be equal to the number of atoms of each element on the right side of the chemical equation. You look at this. കണ്ടോ, chemical equation നിങ്ങൾക്ക് കാണാം. CH4 plus O2 giving CO2 and water. Methane ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു, കാർബൺ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്തു. It is a balanced equation അല്ലേ. CH4 plus 2O2 giving CO2 plus 2H2O. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും നമ്പർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കാർബൺ 1, ഹൈഡ്രജൻ 4, ഓക്സിജൻ 4. ഇനി റൈറ്റ് സൈഡിൽ നോക്കൂ, കാർബൺ ഡയോക്സൈഡിൽ മാത്രമാണ് കാർബൺ ഉള്ളത്, ഒരു കാർബൺ ആറ്റം. ഓക്സിജൻ്റെ നമ്പർ നോക്കൂ, CO2, O2ൽ 2 ഓക്സിജൻ പ്ലസ് 2H2O, അതിൽ 2 ഓക്സിജൻ, അങ്ങനെ ടോട്ടൽ 4 ഓക്സിജൻ. ഹൈഡ്രജൻ ഓൾസോ 4, 2H2, 2 into 2 4. റൂൾസ് ഫോർ ബാലൻസിങ്. ബാലൻസ് ചെയ്യുമ്പോൾ 2 റൂൾസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. I'll just read it. We can only change the coefficients in the equation to balance the number of atoms of each element present on the left and right side of the arrow mark separating the reactants and products. എന്താണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം? നമുക്ക് ഓരോ റിയാക്റ്റൻസിൻ്റെയും കോഎഫിഷ്യൻസിനെയും പ്രോഡക്ട്സിൻ്റെ കോഎഫിഷ്യൻസിനെയും മാത്രമാണ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് റൂൾ നമുക്ക് വായിക്കാം. We cannot change the subscripts in the chemical equation because subscripts are part of chemical ഫോർമുലാസ്. എന്താണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്? സബ്സ്ക്രിപ്റ്റ്സ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ്സ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. വിൽ ടേക്ക് ദ സെയിം എക്സാമ്പിൾ. CH4 പ്ലസ് 2O2 ബാലൻസ്ഡ് ആയിട്ടാണ് ടീച്ചർ എഴുതുന്നത്. CO2 പ്ലസ് 2H2O. അപ്പം ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് കോഎഫിഷ്യൻസ്. ഇവിടെ കോഎഫിഷ്യൻസ് ഇപ്പോൾ മീത്തേൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? മീത്തേനോട് ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്പേഴ്സ് ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം 1 എന്നാണ്. ഇഫ് യു ഡോണ്ട് റൈറ്റ് എനിത്തിങ് ദറ്റ് മീൻസ് ഇറ്റ് ഇസ് 1. കോഎഫിഷ്യൻ്റ് ഓഫ് മീത്തേൻ ഇസ് 1. ഓക്സിജന്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? ദിസ് 2 is the coefficient of oxygen. Okay.
ഇനി കാർബൺ ഡയോക്സൈഡിന്റെ കോഎഫിഷ്യന്റ് ഇസ് 1 whereas water have a coefficient 2. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കോഎഫിഷ്യൻസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതേസമയം സബ്സ്ക്രിപ്റ്റ്സ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ്സ് നമ്മൾ സെക്കൻഡ് പോയിന്റിൽ വായിച്ചില്ലേ, സബ്സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ CH4 മോളിക്യൂള് CH4, ഈ 4 ആണ് ഇവിടെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ സൂപ്പർസ്ക്രിപ്റ്റ് ഇല്ല നമുക്ക്. ഇപ്പോൾ എന്തെങ്കിലും ചാർജ് ഒക്കെ വരുമല്ലോ, ഇപ്പോൾ Cl-1, ഈ -1 എന്നുള്ളത് സൂപ്പർസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ സൂപ്പർസ്ക്രിപ്റ്റിനെയോ സബ്സ്ക്രിപ്റ്റിനെയോ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ സബ്സ്ക്രിപ്റ്റ്സും സൂപ്പർസ്ക്രിപ്റ്റ്സും ആ കെമിക്കൽ ഫോർമുലയിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. CH4-ലെ 4 നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോളിക്യൂൾ അല്ലാതായി പോവില്ലേ. അപ്പോൾ യു കനോട്ട് ഡു എനിത്തിങ് ടു ദി സബ്സ്ക്രിപ്റ്റ് ഓർ സൂപ്പർസ്ക്രിപ്റ്റ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോഎഫിഷ്യൻസിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്താലോ? നമുക്കൊരു ഇക്വേഷൻ എഴുതാം. N2 plus H2 giving NH3. ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലേ, അമോണിയയുടെ ഫോർമേഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നൈട്രജൻ എത്രണ്ണം ഉണ്ട്? 2. റൈറ്റ് ഹാൻഡ് സൈഡിൽ നൈട്രജൻ എത്രണ്ണം ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ. ഹൈഡ്രജൻ ഓൺ ദി ലെഫ്റ്റ് സൈഡ് എത്രണ്ണം ഉണ്ട്? 2. റൈറ്റ് ഹാൻഡ് സൈഡ് ഇറ്റ് ഇസ് നൗ 3. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ അല്ല, നമുക്ക് കോഎഫിഷ്യൻസിനെ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നൈട്രജൻ 2 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നൈട്രജൻ 2 ആക്കാൻ വേണ്ടി നമുക്ക് കോഎഫിഷ്യന്റ് 2 ആഡ് ചെയ്ത് നോക്കാം. നൗ ഇറ്റ് ഈസ് 2 അല്ലേ? പക്ഷെ എന്ത് സംഭവിച്ചു? ഹൈഡ്രജൻ്റെ എണ്ണം നോക്കൂ, 2 × 3 6. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇവിടെ 6 എന്ന് എഴുതാം നമുക്ക്, ബിക്കോസ് ഇറ്റ് ഇസ് 6 നൗ. എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യു ഹാവ് H2. അപ്പോൾ അത് 6 ആക്കാൻ വേണ്ടി നമുക്കൊരു 3 ആഡ് ചെയ്താൽ പോരെ കോഎഫിഷ്യന്റ്. സോ റൈറ്റ് 3 2s are 6. അപ്പോൾ ഇവിടെയും ഹൈഡ്രജൻ്റെ എണ്ണം എത്ര വന്നു? 6 വന്നു. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് 6. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നൈട്രജൻ്റെ എണ്ണം കറക്റ്റായി, റൈറ്റ് ഹാൻഡ് സൈഡിൽ നൈട്രജൻ്റെ എണ്ണം കറക്റ്റായി. സിമിലർലി ഹൈഡ്രജൻ ഓൾസോ ഇസ് സെയിം. നിങ്ങൾ 8th പഠിച്ച കാര്യമാണ്, ടീച്ചർ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അടുത്ത കൺസെപ്റ്റ് ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ്. നമുക്ക് ആദ്യം ഓക്സിഡേഷൻ നോക്കാം. എന്താണ് ഓക്സിഡേഷൻ? ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഒരു ആറ്റം ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ആറ്റം ഒരു കോമ്പൗണ്ടിൽ അക്വയർ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് നമ്മൾ എഴുതുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, ഈ കോമ്പൗണ്ടിൽ സോഡിയത്തിന് +1 ചാർജും ക്ലോറിന് -1 ചാർജും ആണ് ഉള്ളത്. അതെന്തുകൊണ്ടാണ്? സോഡിയം എന്ന ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതിനകത്ത് 11 പ്രോട്ടോൺസും ഉണ്ട്, 11 ഇലക്ട്രോൺസും ഉണ്ട്. ക്ലോറിൻ എന്ന ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ക്ലോറിന് 17 പ്രോട്ടോൺസും 17 ഇലക്ട്രോൺസും ഉണ്ട്. എന്നാൽ ഈ സോഡിയവും ക്ലോറിനും തമ്മിൽ റിയാക്ഷനിൽ പങ്കെടുത്ത് സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ആയിട്ട് തീരുമ്പോൾ സോഡിയം പോസിറ്റീവ് അയോണും ക്ലോറിൻ നെഗറ്റീവ് അയോണും ആയതിനു ശേഷമാണ് ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി അയണിക് ബോണ്ടിൽ ഏർപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ റിയാക്ഷൻ കണ്ടീഷൻസിൽ രണ്ടുപേരും എക്സൈറ്റഡ് ആവും. സോഡിയം ആറ്റത്തിൽ നിന്നും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യും. ആ ലൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ആ ലൂസ് ചെയ്ത ഇലക്ട്രോണിനെ ആര് ഗെയിൻ ചെയ്യും? നമ്മുടെ ക്ലോറിൻ ഗെയിൻ ചെയ്തിട്ട് അത് Cl- അയോൺ ആയിട്ട് മാറും. ഈ Cl- ആകുന്ന ആ പ്രോസസ്സ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് നോൺ ആസ് റിഡക്ഷൻ. റിഡക്ഷൻ ഇസ് ദി ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. Cl2 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് 2 Cl- ആകുന്നു.
ഇതെന്തുകൊണ്ടാണ് ഈ 2Cl കേസ് വന്നതെന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആറ്റമിക് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്നറിയാലോ. ഡയാറ്റമിക് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ക്ലോറിൻ. അതുകൊണ്ടാണ് നമ്മൾ +2 ഇലക്ട്രോൺസ് കൊടുത്തിട്ട് 2Cl- ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോൺ സ്വീകരിച്ചതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? 0 ആണ്. കാരണം ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഒരു എലമെൻറ്റ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമുക്കൊന്നുകൂടെ എക്സാമ്പിൾ എഴുതി നോക്കാം. എലമെൻറ്റിൻ്റെ എക്സാമ്പിൾ എഴുതി ഈ സെയിം എക്സാമ്പിൾ എടുക്കാം നമുക്ക്. എന്നിട്ട് ആ ടേംസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോഡിയം +Cl2 ഫോമിങ് NaCl. നമുക്ക് ബാലൻസ് ചെയ്യാം 2 2 അല്ലേ. സോഡിയം സോളിഡ് ആണ്, ക്ലോറിൻ ഗ്യാസ് ആണ്. സോഡിയം ക്ലോറൈഡ് ഇസ് സോളിഡ്. യെസ്. സാധാരണ ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് നമ്മളിതുപോലെ സബ്സ്ക്രിപ്റ്റായിട്ട് ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ദിസ് ഇസ് ദി കെമിക്കൽ equation for the reaction between sodium atom and chlorine molecule to form the compound sodium chloride. അപ്പോൾ ഇവിടെ സോഡിയം എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അതേസമയം സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഈ കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ട് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എഗൈൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ ബിക്കോസ് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ചേർന്നിട്ട് അതിൻ്റെ ചാർജ് ന്യൂട്രലായി പോയി. അപ്പോൾ ദി സം ഓഫ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഓൾ ദി ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഇസ് ഈക്വൽ ടു 0. ഒന്നുകൂടെ പറയാം. സം ഓഫ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഓൾ ദി ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഇസ് ഈക്വൽ ടു 0. ട്രാൻസിഷൻ എലമെൻസിനും ഇന്നർ ട്രാൻസിഷൻ എലമെൻസിനും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള എലമെൻസിൻ്റെ കോമ്പൗണ്ടുകളിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സം ഉപയോഗിച്ചിട്ട് ചെയ്യാം. സം ഓഫ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഓൾ ദി ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞില്ലേ. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരേ ഒരു എക്സാമ്പിൾ കേട്ടോ. യെസ്. KMnO4. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് നോക്കൂ, പൊട്ടാസ്യം. സെക്കൻഡ് എലമെൻറ്റ് ഇസ് മാംഗനീസ് ആൻഡ് തേർഡ് എലമെൻറ്റ് ഇസ് ഓക്സിജൻ. നമുക്ക് പൊട്ടാസ്യം ഒരു ആൽക്കലി മെറ്റൽ ആണെന്നറിയാം, ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണെന്നറിയാം. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിൻ്റെ വാലൻസി എന്താണ്? 1 ആണ്. അപ്പോൾ പൊട്ടാസ്യം എന്ന ആറ്റത്തിന് ഒറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് +1. ഇത് നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ മുതൽ അറിയാവുന്ന കാര്യമാണ്. കൂടാതെ ടീച്ചർ അയോൺസിൻ്റെ ചാർജസ് എഴുതി തന്നപ്പോൾ ഈ പൊട്ടാസ്യം +1 ആണെന്ന് അവിടെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ്റെ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. സൂപ്പർ ഓക്സൈഡിലും പെറോക്സൈഡിലും മാത്രം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് റിഡോക്സ് എന്ന ചാപ്റ്റർ +1 പഠിക്കുമ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് നിങ്ങൾക്ക് സൂപ്പർ ഓക്സൈഡും പെറോക്സൈഡും ഒന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഓക്സിജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 അല്ലെങ്കിൽ -2 ആണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം. മാംഗനീസ് ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. മാംഗനീസിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്, കാരണം ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ D ഇലക്ട്രോൺസും S ഇലക്ട്രോൺസും ഉപയോഗിക്കാം അതിന് ഓരോ കോമ്പൗണ്ടിൽ ബോണ്ട് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് അറിയില്ല, അതിനെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അതിന് പൊട്ടാസ്യം ഒരാറ്റമേ ഉള്ളൂ അല്ലേ, 1 ഇൻറ്റു പൊട്ടാസ്യത്തിൻ്റെ ചാർജ് +1 ആണ്. സോ 1 ബ്രാക്കറ്റിലിട്ടു നമ്മൾ
മാംഗനീസ് എത്ര മാംഗനീസ് ഉണ്ട്? ഒരു മാംഗനീസ് ആറ്റം ഉള്ളൂ. സോ 1 ഇൻറ്റു ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാത്തതുകൊണ്ട് നമുക്കതിനെ എക്സ് എന്നിടാം. എക്സ് പ്ലസ് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 ഇൻറ്റു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. സോ -2 ഇസ് ഈക്വൽ ടു 0. ഇക്വേറ്റ് ചെയ്തു. കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദ ടോട്ടൽ ചാർജ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 1 പ്ലസ് എക്സ് 4 ഇൻറ്റു 2 -8 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എത്രയായിരിക്കും? സോ എക്സ് വിൽ ബി ഈക്വൽ ടു -1 പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7 ആണ്. +7. മനസ്സിലായില്ലേ എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതെന്ന്? നമുക്കൊന്നുകൂടെ ഈ ഇക്വേഷനിലേക്ക് വരാം. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ചെയ്തു അല്ലേ? ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്തു. എന്നാൽ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസ് ചെയ്തു. 0യിൽ നിന്നും -1 ആയിട്ട് മാറിയില്ലേ? അപ്പോൾ അത് ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ വേറെ 2 ടേംസും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ നടത്താൻ സഹായിക്കുന്ന ആളെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സോഡിയമാണ് ഓക്സിഡൈസ്ഡ് ആയത്. പക്ഷേ സോഡിയം ഓക്സിഡൈസ്ഡ് ആകാൻ ആരാണ് സഹായിച്ചത്? ക്ലോറിൻ ആണ് സഹായിച്ചത്. സോ ക്ലോറിൻ ഹിയർ ഇസ് നോൺ ആസ് ദി ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ ചെയ്തത്? ഇലക്ട്രോൺസ് വാങ്ങി അല്ലേ? ഇലക്ട്രോൺസ് വാങ്ങി. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ഇനി നേരെ തിരിച്ചും റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത് ആരാണ്? റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. റെഡ്യൂസിങ് ഏജൻറ്റ് ഇവിടെ ആരാണ്? സോഡിയമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റിന് എന്താണ് സംഭവിച്ചത്? റെഡ്യൂസിങ് ഏജൻറ്റ് ഗോട്ട് ഓക്സിഡൈസ്ഡ്. മോൾ കൺസെപ്റ്റ് ആണ് അടുത്തത്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലേ? 2 എണ്ണത്തെയാണ് നമ്മൾ ഒരു പെയർ എന്ന് പറയാം അല്ലേ? എ പെയർ ഓഫ് ഷൂസ് നിങ്ങൾക്ക് കാണാം. എ ഡസൻ മീൻസ് വാട്ട്? എ ഡസൻ എന്ന് പറയുന്നത് എത്ര എണ്ണത്തെയാണ്? 12 അല്ലേ? എ ഡസൻ എഗ്സ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. 12 മുട്ട. ഇനി വാട്ട് അബൌട്ട് എ മോൾ? എ മോൾ ഇസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23. 6.022 ഇൻറ്റു 10⁻23 എന്ന നമ്പറിനെയാണ് നമ്മൾ 1 മോൾ എന്ന് വിളിക്കുന്നത്. ഈ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. 6.022 ഇൻറ്റു 10⁻23. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ number, and it is represented by the symbol Na. So this represents 1 mole of any substance. 6.022 into 10⁻23 അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പറിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുക. ഓക്കെ, ഈ 1 മോള് ഇപ്പോൾ ഈ എണ്ണം കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ടീച്ചർ നേരത്തെ ഒരു ഡസൻ 12 എണ്ണമാണ്, ഒരു പെയർ 2 എണ്ണം അതൊക്കെ പറഞ്ഞപ്പോൾ അത് വളരെ ഒരു ചെറിയ സംഖ്യകളാണ് അല്ലേ? പക്ഷേ ഈ 6.022 ഇൻറ്റു 10⁻23 എന്ന സംഖ്യയുടെ വലിപ്പം അറിയണമെങ്കിൽ നമുക്കൊരു കാര്യം നോക്കാം. ഇതെന്താണ്? മാർബിൾസ് എന്ന് പറയും അല്ലേ? കുട്ടികൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മാർബിൾസ്. ഈ മാർബിൾസ് 6.022 ഇൻറ്റു 10⁻23 മാർബിൾസ് എടുക്കുകയാണെന്ന് നമ്മളെന്ന് വിചാരിക്കും. ആ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി മുഴുവൻ ഓഷൻസ് ഉൾപ്പെടെ കവർ ചെയ്യാൻ 3 മൈൽസ് തിക്നെസ്സിൽ കവർ ചെയ്യാൻ പറ്റിയ അത്രയും ഉണ്ട് ഈ 6.022 ഇൻറ്റു 10⁻23 എന്ന എണ്ണം. സോ ഇമാജിൻ ഹൗ ലാർജ് ഇറ്റ് ഇസ്. അപ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല, ഇറ്റ് ഈസ് എ വെരി വെരി ലാർജ് നമ്പർ.
അപ്പോൾ ഗോളിയുടെ വലിപ്പം ഇത്രയാണ് കണ്ടോ, ടീച്ചറുടെ കയ്യിൽ പിടിക്കാൻ സാധിക്കുന്ന അത്രയും വലിപ്പം. അപ്പം ഇത്രയും വലിപ്പമുള്ള ഈ 6.022 × 10⁻23 പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മൾ ഈ അവഗാഡ്രോ നമ്പർ, ഈ മോൾ എന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കാത്ത ആറ്റംസിനെയും മോളിക്യൂൾസിനെയും അയോൺസിനെയൊക്കെ കുറിച്ചാണ്. ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസും മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസും തമ്മിലുള്ള ആ ഒരു എണ്ണത്തിൻ്റെ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നോക്കാം നമുക്ക്. ഈ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് അപ്രോക്സിമറ്റ്ലി 200 ഗ്രാം ആണ്, 200 ഗ്രാം വെള്ളം. 200 ഗ്രാം വെള്ളത്തിൽ എത്ര വാട്ടർ മോളിക്യൂൾസ്, H2O മോളിക്യൂൾസ് ഉണ്ടെന്ന് കണക്കാക്കിയാൽ ഇറ്റ് ഈസ് അബൌട്ട് 6.6855 × 10⁻24. അത് ഏകദേശം 10 മോൾസിലധികം ഉണ്ട്. അതായത് 10 മോൾസാണ് ഒരു 200 ഗ്രാം വെള്ളം എന്ന് പറയുന്നത്. 10 മോൾസ് മീൻസ് 10 into അവഗാഡ്രോ നമ്പർ 6.6855 × 10⁻24. Imagine the largeness of the number. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വന്നില്ലേ? ഇനി മോൾ കൺസെപ്റ്റ് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ യൂണിറ്റ് 1 പഠിക്കും. ധാരാളം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ടീച്ചർ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ +1 ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. യൂണിറ്റിൻ്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.